ഒറ്റയടിക്ക് പണം കൊടുക്കുന്നു, ഇടപാട് തീർക്കുന്നു. അതായത് ഇനി ഇതിന്റെ പേരിൽ ഒരു വില പേശല് പാടില്ല. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ല, അതിന് എത്ര രൂപ പറയണം മാർക്കോ? അത് നമ്മളെന്തിനാ സാറേ പറയുന്നത്? അയാൾ പറഞ്ഞോളൂല്ലോ. നമ്മൾ ബാർഗിൻ ചെയ്താൽ മാത്രം മതി. എന്തായാലും നമ്മൾ പൈസ കൊടുക്കാൻ പോകുന്നില്ല. അപ്പൊ അയാൾ കുറച്ചുകൂടി സ്വപ്നം കാണട്ടെ. ഇപ്പോ മഹാലക്ഷ്മി എന്നോട് സത്യം പറയരുതെന്ന് മറ്റാരെക്കാളും ആഗ്രഹിക്കുന്നത് അയാളായിരിക്കും. സംശയമുണ്ടോ? അതിനു വേണ്ടിയിട്ട് നേർച്ചയും വഴിപാടും വരെ അയാൾ നടത്തുന്നുണ്ടാവും. എന്നാലും ചെറിയൊരു അവസരം കിട്ടിയപ്പോ അയാൾ വാല് പൊക്കുന്ന കണ്ടോ? വിശ്വസിക്കാൻ കൊള്ളാത്തവരാടാ. ഇങ്ങനെ ഒരുത്തനാണ് നീ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വെച്ചോണ്ടിരുന്നത്. നിന്റെ അനിയനും അയാളും ആ മേഘനും കൂടെ ശരിക്കും പറഞ്ഞാ നിന്റെ കമ്പനിയെ തകർത്തോണ്ടിരിക്കുകയായിരുന്നു. അന്നൊക്കെ ഒരുപാട് പരാതി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാ എല്ലാം ഒന്ന് നേരെയായത്. നേരെയായെന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ലാഭമുണ്ട്. എടാ, നീ എന്തായാലും അമിത ലാഭമൊന്നും ഈടാക്കുന്ന കൂട്ടത്തിലല്ല. അപ്പൊ പിന്നെ മാന്യമായിട്ട് കസ്റ്റമേഴ്സിന് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കാം. കമ്പനിക്ക് കസ്റ്റമേഴ്സിനെ കൊള്ളയടിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലെന്നിരിക്കെ സ്റ്റാഫുകൾ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണിക്കും മേഘനും എന്റെ അമ്മാവനും ഒക്കെ പകരം മാർക്കോയും ലോപ്പസും ഒക്കെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാൻ.